ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് സൂമിൽ ഇങ്ങനെ വെർച്വൽ മീറ്റിംഗിൽ കർത്താവിന്റെ സന്നിധാനത്തിൽ നാം ആയിരിക്കുന്നതായ ഭവനങ്ങളിൽ ആയിരിക്കാൻ കർത്താവായ ദൈവം സഹായിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വചനം പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ പ്രിയമുള്ളവർ കാണിക്കുന്ന വലിയ താല്പര്യം ദൈവത്താൽ മാനിക്കപ്പെടും. അത് നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്, നിത്യതയ്ക്ക് പ്രയോജനപ്പെടുവാൻ, ഈ ലോകത്തിൽ ജയകരമായ ഒരു ജീവിതം തെറ്റുകൂടാതെ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. അതിന് ദൈവവചനം പഠിക്കുന്നത് വളരെ പ്രയോജനകരമായി നമുക്ക് കാണുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. വളരെ ശ്രദ്ധയോടെ നമുക്കിന്ന് രാത്രിയിലും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ലേവ്യ പുസ്തകത്തിലെ പ്രധാനപ്പെട്ടതായ വിഷയങ്ങളാണ് നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയത് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ ഉള്ളതായ ബന്ധത്തിലാണ്. യാഗങ്ങളെ കുറിച്ചുള്ളതായ ചിന്തകൾ നമ്മൾ അതിന്റെ സർഫസ് ലെവലിൽ നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. ആ യാഗങ്ങളെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ പരമയാഗമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ കൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് നാം ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നത് കൊണ്ട് ഇനിയും നമുക്ക് പ്രായോഗികമായി അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു യാഗം ശേഷിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പുതിയ നിയമസഭയിൽ പഴയ നിയമ യാഗങ്ങളുടെ ആവർത്തനം ഇല്ലാതിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാ യാഗങ്ങളും അത് നിവർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ലേവ്യ പുസ്തകത്തിന്റെ പ്രത്യേകത ഞാനത് പല പ്രാവശ്യമായിട്ട് നിങ്ങളെ അറിയിച്ചു. പുതിയ നിയമത്തിന്റെ സകല അടിസ്ഥാന ഉപദേശങ്ങളുടെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലേവ്യ പുസ്തകമാണ്. ലേവ്യ പുസ്തകത്തിൽ വിവിധ നിലകളിലുള്ളതായ ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ആരാധനാ നിയമങ്ങളാണ്. ആരാധനാ നിയമങ്ങൾ എന്തിനായിട്ടാണ് യഹോവയായ ദൈവം അവർക്ക് കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, അവരുടെ അന്നത്തെ പ്രായോഗിക ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിയമങ്ങൾ കൊടുക്കുവാനായിട്ടിടയായി. ആ നിയമങ്ങളിൽ കാർമ്മിക പ്രവർത്തികൾ ഒഴികെയുള്ളതായ അതിന്റെ ആത്മീക ധ്വനികളെല്ലാം തന്നെ പുതിയ നിയമസഭയിൽ അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് അത് ബാധകമാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിന്റെ നിയമത്തിന്റെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ശുദ്ധീകരണ നിയമമാണ്. ശുദ്ധീകരണ നിയമങ്ങൾ അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ പുതിയ നിയമത്തിൽ അത് ആചരിക്കേണ്ടതായ ആവർത്തിതമായി അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ നിയമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതായ നമ്മൾക്ക് ശുദ്ധീകരണത്തോടുള്ളതായ ബന്ധത്തിൽ ഒരു ഉയർന്ന തലമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണമല്ല, ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായ ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ അനേക വിശുദ്ധന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമ വിശുദ്ധന്മാർ, അത് ഹാബേൽ തുടങ്ങി നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് തുടങ്ങി പഴയ നിയമത്തിൽ ഉടനീളം ദൈവത്തിങ്കൽ നിന്ന് നേരിട്ട് അരുളപ്പാടുകൾ പ്രാപിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും.
ഈ ഭക്തന്മാരുടെ പേരിന് മുമ്പിൽ നമ്മൾ ഇന്ന് വരെ വിശുദ്ധൻ എന്ന് അല്ലെങ്കിൽ സെയിന്റ് എന്ന് ചേർത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. വിശുദ്ധ അബ്രഹാം എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വിശുദ്ധ മോശ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ യെശയ്യാവ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ആർക്കും ആ സെയിന്റ് എന്നുള്ള, വിശുദ്ധൻ എന്നുള്ളതായ പദവി ലഭിക്കാതിരിക്കുമ്പോ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നേ. പുതിയ നിയമത്തിൽ വേദപുസ്തകം തുറക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ പൗലോസിന്റെ ലേഖനം. പുതിയ നിയമത്തിൽ നമ്മെ വിളിക്കുന്നത് വിശുദ്ധരെന്ന്. പഴയ നിയമ ഭക്തന്മാർക്ക് ലഭിക്കാത്ത ഒരു വലിയ പദവി പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കൽപ്പിച്ചു തന്നിരിക്കുക. ഇത് മനുഷ്യൻ തന്ന പദവിയല്ല, നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നാം ഏറ്റെടുത്തതായ പദവിയല്ല, ലോകം നമുക്ക് തന്നതായ പദവിയല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഓരോ ദൈവ പൈതലിനും ക്ലെയിം ചെയ്യുവാനും അതിൽ തുടർന്നു പോകുവാനും ദൈവം നൽകിയിരിക്കുന്ന ആ ഡിവൈൻ പൊസിഷനാണ് പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പഴയ നിയമ പ്രമാണപ്രകാരം കൊടുത്തതായ വിശുദ്ധിയുടെ നിയമങ്ങൾ എല്ലാം തന്നെ അവരെ ആഴത്തിൽ വിശുദ്ധീകരിക്കുവാൻ കഴിയാതിരിക്കുന്നതായ പ്രമാണങ്ങളാണ്. പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന വിശുദ്ധിയുടെ പ്രമാണങ്ങൾ ഒന്നും തന്നെ അന്നത്തെ ഇസ്രായേൽ ജനത്തിന് ആഴമായ വിശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിയാത്ത പ്രമാണമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധിയുടെ, അല്ലെങ്കിൽ അവർക്ക് ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോ ആചരിക്കേണ്ടതായ കാർമ്മിക വൃത്തികളുടെ ആവർത്തിതമായ കാര്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഹോമയാഗമായാലും സമാധാനയാഗമായാലും പാനീയയാഗമായാലും അകൃത്യയാഗങ്ങളായാലും അവർ കടന്നു വരുമ്പോഴൊക്കെ അവർ അതാതിന്റെ സമയത്ത് അവരവർക്ക് വേണ്ടിയതായ യാഗം കഴിക്കണം. അത് ആവർത്തിതമാണ്. ഞാൻ കഴിഞ്ഞ വർഷം യാഗം കഴിച്ചു, അതുകൊണ്ട് ഈ വർഷം ഞാൻ യാഗം കഴിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പാപയാഗത്തിന് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നതായ പാപയാഗം, ആ പാപയാഗത്തിന് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി മഹാപുരോഹിതൻ അർപ്പിക്കുന്നതായ പാപയാഗം ഈ വർഷം അർപ്പിച്ചത് കൊണ്ട് അതിന്റെ ഗ്രേഡ് കൂടിയാണ് ഞാൻ അർപ്പിച്ചത്, അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് യാഗം വേണ്ട എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ അത് മാറ്റിവെക്കുവാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ അത് റെപ്പറ്റീഷനാണ്, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണം അവരെത്ര യാഗം കഴിച്ചെന്ന് പറഞ്ഞാലും, എത്ര വിശുദ്ധീകരണത്തിന്റെ പ്രമാണത്തോടടുത്തു എന്ന് പറഞ്ഞാലും ബാഹ്യമായ ഒരു ശുദ്ധീകരണം മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. ആന്തരികമായ വിശുദ്ധീകരണത്തിന്റെ ആഴത്തിലേക്ക് അവർക്ക് ഇറങ്ങുവാൻ കഴിയാത്തതായ ഒരു പ്രമാണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമ വിശുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാർക്ക് ആർക്കും വിശുദ്ധനെന്ന് ക്ലെയിം ചെയ്യുവാൻ കഴിയാത്തതായ ഒരു ലെവലിലേക്ക് വരുമ്പോ, പുതിയ നിയമത്തിൽ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ, കർത്താവിന്റെ സന്നിധിയിലേക്ക് രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് കടന്നു വരുന്നതായ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനെ പാപത്തിൽ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ മരണം മൂലം രക്ഷിച്ചിരിക്കുകയാണ്. പാപത്തിന്റെ ക്ഷമ കിട്ടി എന്നുള്ളതല്ല പ്രധാനം. പാപത്തിന്റെ ക്ഷമ കിട്ടുന്നതിനേക്കാൾ പഴയ ഇതിന്റെ പുതിയ പാപത്തിന്റെ ക്ഷമ നമുക്ക് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ പാപത്തിൽ നിന്നുള്ളതായ
ഒരു വീണ്ടെടുപ്പ് നമ്മൾക്ക് കിട്ടുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, പുതിയ നിയമത്തിൽ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ നമ്മെ വിശുദ്ധന്മാരും നിഷ്കളങ്ക മക്കളുമായി കണ്ടു എന്നാണ് പുതിയ നിയമത്തിൽ പൗലോസും നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നതായ ആ പഴയ നിയമത്തിന്റെ പ്രമാണത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ പ്രമാണത്തിലേക്ക് വരുമ്പോ വിശുദ്ധീകരണത്തിന്റെ ആ പടി മാറ്റപ്പെടുകയാണ്. പഴയ നിയമ വിശുദ്ധന്മാരാരും വിശുദ്ധന്മാരല്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അവർക്ക് കിട്ടിയതായ വിശുദ്ധീകരണത്തിന്റെ പ്രമാണത്തെക്കാൾ ആഴമായ ഒരു പ്രമാണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോ ഞാൻ പറയാൻ വന്നത് ഇതാണ്, നമുക്ക് കിട്ടിയിരിക്കുന്നതായ പ്രമാണം അനുസരിച്ച് പഴയ നിയമത്തിന്റെ ആ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ നിയമങ്ങളെ 4 തിരിച്ചുകൊണ്ട് അതിൽ നിന്ന് പുതിയ നിയമ വിശ്വാസികൾക്ക് ആചരിക്കേണ്ടാത്തതായ ചില നിയമങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പഴയ നിയമത്തോടെ അവസാനിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിന്റെ റെഫറൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 19 മുതലുള്ളതായ വാക്യങ്ങൾ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടി ചത്തത്, രക്തം എന്നിവ വർദ്ധിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. നോക്കൂ, അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ, അതിന് പ്രത്യേകിച്ച് 20ാമത്തെ വാക്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച അവിടെ വരേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, യഹൂദ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ യഹൂദ ആചാരങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതായ ക്രിസ്ത്യാനികൾ, അവര് ജനിച്ചപ്പോൾ തന്നെ യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ അവർ അനുഷ്ഠിച്ചു വന്നവരാണ്. അങ്ങനെ അനുഷ്ഠിച്ചു വന്നതായ യഹൂദന്മാർ കർത്താവിനെ കുറിച്ചുള്ളതായ സുവിശേഷം കേട്ട് ആ സുവിശേഷ പ്രകാരം എന്ത് ചെയ്തു? അവര് ക്രിസ്ത്യാനികളായി മാറ്റപ്പെട്ടു. എന്നാൽ പൗലോസ് യെരുശലേമിലുള്ളതായ വിശ്വാസികൾക്ക് അപ്പുറമായി പൗലോസ് സുവിശേഷവുമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുവാനിടയായി. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതായ ആൾക്കാർ, അവർക്ക് ഇസ്രായേൽ ന്യായ പ്രമാണം അറിയത്തില്ല, മോശയുടെ ന്യായപ്രമാണം അവർക്ക് വശമില്ല, അവർ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചവരല്ല. അതുകൊണ്ട് അന്ന് ആ വിശ്വാസത്തിലേക്ക് വന്നതായ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയ കൺഫ്യൂഷനായി. അവർ പറഞ്ഞത്, ആദ്യം എന്ത് ചെയ്യണം? ആദ്യം യഹൂദ പ്രമാണത്തിലേക്ക് വരണം. യഹൂദ പ്രമാണത്തിലേക്ക് വന്നതിന് ശേഷമേ ക്രിസ്തീയ പ്രമാണം അനുസരിക്കുവാനായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ആ യഹൂദ തത്വങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായ ഒരു പ്രവണത ജാതീയ സഭകളിൽ കാണുവാനായിട്ടിടയായി. ഇതിനെക്കുറിച്ച് വലിയ തർക്കമുണ്ടായപ്പോ യെരുശലേമിൽ അപ്പോസ്തലന്മാർ എല്ലാവരും കൂടി വന്നിട്ട് എങ്ങനെയാണ് പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അപ്പോസ്തലന്മാർ കൂടിയിരുന്ന് ചിന്തിക്കുമ്പോ അവര് പറഞ്ഞത്, ന്യായപ്രമാണ പ്രകാരമുള്ളതായ കാര്യങ്ങൾ എല്ലാം നമുക്ക് അനുസരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ന്യായപ്രമാണ പ്രകാരം പാരമ്പര്യമായി അനുസരിച്ചു വരുന്നതായ റിച്വൽസ് ഉണ്ടല്ലോ, പാരമ്പര്യ ആചാരങ്ങളിൽ എല്ലാ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ചത് നമുക്കിനി ആവർത്തിക്കേണ്ടതായ കാര്യമില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതായ കാര്യങ്ങൾ, ശരീരത്തിന്റെ പരിച്ഛേദനയാകട്ടെ, യാഗങ്ങളാകട്ടെ, മറ്റുള്ളതായ വിഷയങ്ങളാകട്ടെ, നമ്മളത് പിൻപറ്റേണ്ട കാര്യമില്ല. നാം അങ്ങനെയുള്ളവർക്ക്, ജാതികളിൽ നിന്ന് വന്നവർക്ക് വേണ്ടി
നാം നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? 20-ാമത്തെ വാക്യത്തിൽ അവരൊഴിഞ്ഞിരിക്കേണ്ടത് വിഗ്രഹമാലിന്യങ്ങൾ ഒഴിഞ്ഞിരിക്കുക, പരസംഗം ചെയ്യാതിരിക്കുക, ശ്വാസം മുട്ടി ചത്തതിനെ ഭക്ഷിക്കാതിരിക്കുക, മാംസത്തോടുകൂടെ രക്തം ഭക്ഷിക്കാതിരിക്കുക എന്നിവ മാത്രം അവർക്ക് നിർബന്ധമായി കൊടുത്താൽ മതി ശുദ്ധീകരണ നിയമത്തോടുള്ളതായ ബന്ധത്തിൽ. ഞാനിത് പറയാൻ കാരണം 11-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ളതായ ആ അധ്യായങ്ങളുടെ ചുരുക്കമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. അത് വേഗത്തിൽ അതിന്റെ ഹെഡിങ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അതിന്റെ ആഴങ്ങളിൽ അതിന്റെ അകത്തേക്ക് ഇറങ്ങുന്നില്ല. ഇറങ്ങാത്തതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾക്ക് നൽകിയതായ ശുദ്ധീകരണ നിയമമാണ്. അവരുടെ ജഡത്തിന്റെ ശുദ്ധീകരണത്തോടുള്ളതായ ബന്ധത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്നതായ ആ പ്രമാണങ്ങൾ നമ്മൾക്ക് ആഹാര കാര്യങ്ങളിലായാലും മറ്റുള്ളതായ ശാരീരിക ശുദ്ധീകരണത്തിലായാലും നാം അക്ഷരം പ്രതി അവർക്ക് കൊടുത്തതായ പ്രമാണങ്ങൾ അനുസരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കുള്ളതായ പ്രമാണങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോ ശ്രദ്ധിക്കണമേ, നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ 10-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ധൂപം കൊണ്ടുവന്നതായ അഹരോന്റെ പുത്രന്മാർ അന്യാഗ്നി കൊണ്ടുവന്നത് കൊണ്ട് ദൈവത്തിന്റെ തീ അവരുടെ മേൽ വന്ന് അവർ ദഹിച്ചു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ അവരവിടെ കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുള്ളതായ ബന്ധത്തിൽ 10-ാം അധ്യായത്തിലെ ചിന്ത നമ്മൾ പൂർത്തീകരിക്കാനിടയായി. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 11-ാം അധ്യായത്തിന്റെ പ്രത്യേകത ശുദ്ധവും അശുദ്ധവുമായിരിക്കുന്നതായ ആഹാര കാര്യങ്ങളെ കുറിച്ചുള്ളതായ പ്രമാണം കൊടുക്കുകയാണ്. അവിടെ 6 തരത്തിലുള്ളതായ ഡിവിഷൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും 11-ാം അധ്യായത്തിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാൻഡ് ആനിമൽ, അതായത് ഏത് തരത്തിലുള്ളതായ ശുദ്ധമായ മൃഗങ്ങളും അശുദ്ധമായ മൃഗങ്ങളുമുണ്ട്. ദൈവസന്നിധാനത്തിൽ എല്ലാം യാഗമായിട്ട് കൊണ്ടുവരുവാനായിട്ട് കഴിയത്തില്ല. ദൈവജനത്തിന് എല്ലാം കഴിക്കുവാനായിട്ട് പാടില്ല എന്ന് യഹോവയായ ദൈവം ആർക്ക് പ്രമാണം കൊടുത്തു? ഇസ്രായേലിന് പ്രമാണം കൊടുത്തു. അതിന് കൊടുത്തതായ പ്രമാണം മൃഗങ്ങളെ സംബന്ധിച്ച് മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കാവൂ എന്നുള്ളതായ ഒരു പ്രമാണമാണ് ആർക്ക് കൊടുത്തത്? ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. അത് മൃഗങ്ങളെ സംബന്ധിക്കുന്നതായ ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ളതായ മൃഗങ്ങളാണ്. അപ്പൊ ദൈവസന്നിധാനത്തിൽ ശുദ്ധമായ മൃഗങ്ങളായി കണക്കാക്കുന്നത് 1 കുളമ്പ് പിളർന്നിരിക്കുന്നത്, 2 അയവിറക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു നിയമം ഉറപ്പായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഏത് ആഹാര പദാർത്ഥവും നമുക്ക് കഴിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം എവിടെയുണ്ട്? പുതിയ നിയമത്തിലുണ്ട്. അവരവർക്ക് ആരോഗ്യകരമായി തോന്നുന്നതായ കാര്യങ്ങൾ കഴിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് എഴുതപ്പെട്ടതായിട്ട് തന്നിട്ടില്ല. പക്ഷെ പഴയ നിയമത്തിൽ ഇത് കൊടുക്കുവാനുള്ളതായ കാരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ദൈവസന്നിധാനത്തിൽ ശുദ്ധമായി കരുതുന്നതായ 2 കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 1 അയവിറക്കുന്നതായ മൃഗങ്ങൾ. അത് നമുക്ക് സ്പിരിച്വലി ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ ചിന്തിപ്പാനായിട്ട് കഴിയും. അത് വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയുവാനായിട്ട് വാക്യങ്ങളില്ല. പക്ഷേ നാം മനസ്സിലാക്കിയിരിക്കുന്നതായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കുളമ്പ് പിളർന്നതും അയവിറക്കുന്നതുമായ ആ ഒരു സ്വഭാവം ക്രിസ്തുവിന്റെ നമ്മുടെ പുതിയ നിയമ വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ അയവിറക്കുന്നതായ മൃഗങ്ങളെ സംബന്ധിച്ച് അവർ അത് ധൃതി പിടിച്ച് കഴിക്കുന്നതായ ആ ആഹാര പദാർത്ഥം മൃഗങ്ങൾ അത് വീണ്ടും വായിലേക്ക് കൊണ്ടുവന്ന്
ചവച്ചരച്ച് രണ്ടാമത് ഭക്ഷിക്കുന്നതായ ഒരു സ്വഭാവം, അതാണ് അയവിറക്കുന്നതായ സ്വഭാവം. അതൊരു ആത്മീക സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ, നാം കേൾക്കുന്നതായ വചനം അത് കേട്ട് അതുപോലെ വിഴുങ്ങുവാനല്ല, അത് നാം ശോധന ചെയ്ത് ദിനംതോറും അത് പരിശോധിച്ച് വീണ്ടും വീണ്ടും അയവിറക്കുന്ന, വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന, വീണ്ടും വീണ്ടും അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മെ തന്നെ ക്രമീകരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം എത്തണമെന്നുള്ളതായ ഓർമ്മയാണ്, അല്ലെങ്കിൽ ഒരു സൂചനയാണ് അത് തരുന്നത്. കുളമ്പ് എന്ന് പറയുമ്പോ അത് പിളർന്നിരിക്കുന്നതും അത് വേർപെട്ടിരിക്കുന്നതുമാണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് വേർപാടിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതായ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷേ വേർപാടിനെ സംബന്ധിച്ച് ഇതിന്റെ ബേസിലല്ല ശക്തമായിട്ടുള്ള ഉപദേശം നമുക്ക് പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിലെ ശുദ്ധീകരണ നിയമങ്ങളും പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണ ശുദ്ധീകരണ നിയമങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് പിൻപറ്റേണ്ടതല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം. 11-ാം അധ്യായത്തിന്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ അവിടെ ജലജന്തുക്കളിൽ വിശുദ്ധമായത് ഏതാണ്, ആയത് എന്താണ് എന്ന് കാണിച്ചിരിക്കുന്നു. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. ലേവ്യ പുസ്തകം ചാപ്റ്റർ 11 വേഴ്സസ് 9 to 12. വാട്ടർ ക്രീച്ചേഴ്സ് ഹാസ് ഫിൻസ് ആൻഡ് സ്കെയിൽസ്, നോ ഫിൻസ് ഓർ സ്കെയിൽസ്, detestable, not to be eaten. ചെതുമ്പൽ ഇല്ലാത്തതായ ജലജന്തുക്കളെ കഴിക്കരുത്. ചെതുമ്പലും ചിറകുമില്ലാത്തതായ ജലജന്തുക്കൾ ഒഴിവാക്കണമെന്നാണ് ആർക്ക് കൊടുത്തത്? ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. ഇസ്രായേൽ മക്കൾക്ക് ഈ നിയമങ്ങളൊക്കെ കൊടുക്കുവാനുള്ളതായ പ്രത്യേക കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്ന് പറയുന്നത് അവർ പാർക്കുന്നതായ ദേശം, 2 അവരുടെ കാലാവസ്ഥ, അവരുടെ ശരീരപ്രകൃതി, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ശരീരത്തെ സംബന്ധിക്കുന്ന, ആഹാരത്തെ സംബന്ധിക്കുന്നതായ ഈ നിയമങ്ങൾ അവർക്ക് കൊടുക്കാൻ കാരണം. ആ പ്രത്യേക സ്ഥലത്ത്, പ്രത്യേക കാലാവസ്ഥയിൽ, ആ പ്രത്യേക സറൗണ്ടിങ്സ് ജീവിക്കുന്നവരുടെ ആരോഗ്യം പരിപാലിക്കത്തക്ക വിധത്തിലാണ് ദൈവം അവർക്ക് ശുദ്ധീകരണ നിയമം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോ കാലാവസ്ഥ മാറുമ്പോ, ദേശത്തിന്റെ അവസ്ഥ മാറുമ്പോ ശരീരത്തിന്റെ പ്രൊട്ടക്ഷന്റെ പ്രിൻസിപ്പിളും മാറും. അപ്പൊ അതനുസരിച്ച് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ശുദ്ധീകരണ നിയമങ്ങൾ അതുപോലെ പിൻപറ്റേണ്ടതല്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പർവ്വജാതികളെ സംബന്ധിച്ചുള്ളതായ നിയമങ്ങൾ 13 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ കാണുവാൻ കഴിയും. അതുപോലെ പർവ്വജാതികളെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ നമുക്ക് 20-ാം അധ്യായം മുതൽ 23 വരെയുള്ളതായ 20-ാം വാക്യം മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇടജന്തുക്കളെ സംബന്ധിച്ചിട്ടുള്ളതായ നിയമങ്ങൾ നമുക്ക് 29-ാമത്തെ വാക്യം മുതൽ 38-ാമത്തെ വാക്യം വരെയും കാണുവാനായിട്ട് കഴിയും. ദൈവസന്നിധാനത്തിൽ വിശുദ്ധിയോടെ ജനം പാർക്കേണ്ടതിന്റെ ആ നിർബന്ധം നമുക്ക് ആ അധ്യായത്തിന്റെ ഒടുവിൽ അത് കാണുവാനായിട്ട് കഴിയും. അപ്പോ ശുദ്ധവും അശുദ്ധവുമായ ജന്തുക്കളെ സംബന്ധിച്ചുള്ളതായ നിയമങ്ങളാണ് 11-ാം അധ്യായത്തിൽ. അത് നാം അറിഞ്ഞിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 12-ാം അധ്യായത്തിൽ പ്യൂരിഫിക്കേഷൻ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതായ കാര്യമാണ്. മെഡിക്കൽ സയൻസും അത് നമുക്ക് തരുന്നതായ കാര്യമാണ്. അധ്യായങ്ങൾ നിങ്ങളത് സമയം കിട്ടുമ്പോൾ അത് വായിച്ച് അതിനകത്തുള്ളതായ കണ്ടൻസുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ അങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അൺക്ലീൻ ഫോർ 7 days ഡ്യൂറിങ്
അതുപോലെ പൈതലിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം, പരിശോധന കഴിക്കണം എന്നൊക്കെ പറയുന്നതായ നിയമം നിയമസഭയ്ക്ക് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അത് ബാധകമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗവും വിടുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ശാരീരികമായ ശുദ്ധീകരണത്തുള്ളതായ ബന്ധത്തിൽ പ്രത്യേകിച്ച് കുഷ്ഠരോഗത്തെ കുറിച്ചുള്ളതായ പ്രമാണം അവിടെ നൽകുന്നതാണ്. 2 വലിയ അധ്യായങ്ങളാണ് 13-ഉം 14-ഉം അധ്യായങ്ങൾ. ശരീരത്തിൽ കുഷ്ഠം വരുമ്പോൾ ആ കുഷ്ഠം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നും ആ കുഷ്ഠരോഗത്തിൽ എന്താണ് പാലിക്കേണ്ടതായ നിയമങ്ങളെന്നും കുഷ്ഠരോഗം ദൈവസന്നിധാനത്തിൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുമുള്ളതായ നിയമമാണ് യഹോവയായ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത്. അത് പുതിയ നിയമത്തിൽ കുഷ്ഠമെന്ന് പറയുമ്പോ ശാരീരികമായ രോഗത്തെക്കുറിച്ചല്ല പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പാപത്തിന്റെ ആഴമായ അനുഭവമാണ് ആ കുഷ്ഠരോഗത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ വരുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ കൊടുത്തതായ പ്രമാണം എന്ത് എന്ന് വായിക്കുകയും അത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ സ്പിരിച്വലി നമ്മൾ ഡിസൈൻ ചെയ്ത് ദൈവസന്നിധാനത്തിൽ ആ ഒരവസ്ഥയിലേക്ക് വരുവാൻ കഴിയാതെ വണ്ണം മാറി നിൽക്കേണ്ടതുമാണ്. നമ്മള് ഈ പ്രത്യേകിച്ച് ഈ വേദഭാഗം വായിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ കുഷ്ഠം വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുപോലെ ഭവനങ്ങളിൽ കുഷ്ഠം വരുന്നതായിട്ട് കാണുവാൻ കഴിയും. പഴയ ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് കുഷ്ഠരോഗം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു ശിക്ഷയായിട്ടാണ് അവർ വിശ്വസിച്ച് വന്നിരുന്നത്. ദൈവം നൽകുന്നതായ ഒരു ശിക്ഷ. അതുകൊണ്ട് തന്നെ ആ ശിക്ഷയിൽ നിന്നുള്ളതായ വിടുതൽ, കുഷ്ഠരോഗത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, ഡെലിവറൻസ് എന്ന് പറയുന്നത് ദൈവത്താൽ മാത്രമേ അവർ പ്രതീക്ഷിച്ചതുമുള്ളൂ. അവർക്ക് അങ്ങനെ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പുരോഹിതന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ കാണുന്നതായ വിവിധ മാർക്കുകൾ അല്ലെങ്കിൽ വിവിധ വടുക്കൾ, വിവിധ അതിന്റെ എന്നതായ സ്പോട്ടുകൾ, അത് കുഷ്ഠരോഗമാണോ അത് ത്വക്കിൽ വരുന്നതായ ചുണങ്ങാണോ എന്ന് തിരിച്ചറിയുവാൻ വൈദ്യശാസ്ത്രത്തെ അല്ല അവരാശ്രയിച്ചിരുന്നത്. പിന്നെയോ പുരോഹിതൻ അത് കണ്ട് കുഷ്ഠരോഗമാണോ അല്ലയോ എന്ന് നിർണയിക്കത്തക്ക വിധത്തിൽ പുരോഹിതനാണ് അതിന്മേൽ വിധി കൽപ്പിക്കേണ്ടത്. എന്നെ പറഞ്ഞ് മനസ്സിലാകുമെന്ന് കരുതുന്നു. കുഷ്ഠരോഗം ഒരു രോഗമാണ്. കുഷ്ഠരോഗമാണ്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ വൈദ്യന്റെ അടുത്തേക്കോ മരുന്നിലേക്കോ പോകുന്നതിന് പകരം കുഷ്ഠരോഗത്തിന്റെ ആ ലക്ഷണങ്ങൾ ശരീരത്തിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടത്? അവർ പുരോഹിതന്റെ അടുക്കലേക്ക് വരണം. പുരോഹിതന് കൊടുത്തിരിക്കുന്നതായ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ ആയിരിക്കണം, അത് പടരുന്നതാണോ അല്ലെങ്കിൽ അത് പടരാത്തതാണോ, അതിന്റെ സൈസ് എങ്ങനെയുണ്ട്, അത് ശരീരത്തിലുള്ളതായ ത്വക്കുമായിട്ട് എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ളതായ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പുരോഹിതന് പ്രമാണമായി കൊടുത്തിട്ടുണ്ട്. പുരോഹിതൻ കയ്യിലിരിക്കുന്നതായ പ്രമാണവും ആ കടന്നു വന്നതായ വ്യക്തിയുടെ ശരീരത്തിലുള്ളതായ ആ വടുവും തമ്മിൽ നോക്കിയിട്ട് അത് കുഷ്ഠരോഗമാണോ അല്ലയോ എന്ന് നിർണയിക്കേണ്ടത് പുരോഹിതന്റെ ഉത്തരവാദിത്വമാണ്. പുരോഹിതൻ കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞാൽ അത് കുഷ്ഠരോഗമാണ്. അതല്ല, പുരോഹിതൻ പറയുകയാണ് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കേണ്ടതിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ ടൈം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ആ ടൈം എത്രയാണെന്നുള്ള കാര്യം പ്രമാണമായിട്ട് കൊടുത്തിട്ടുണ്ട്. 7 ദിവസം അവനെ എന്ത് ചെയ്യണം? വേറിട്ട് അടച്ചിടണം. ആ 7 ദിവസത്തെ ക്വാറന്റൈൻ ഉണ്ട്. ആ ക്വാറന്റൈൻ പീരീഡ് കഴിയുമ്പോ അവനെ വീണ്ടും പുരോഹിതൻ ചെക്ക് ചെയ്യണം. അത് ചിലപ്പോ ആവർത്തിതമായി പുരോഹിതൻ കൽപ്പിക്കുന്നതിനനുസരിച്ച് അത് റിപ്പീറ്റേഷൻ ആയിരിക്കാം. അതിന്റെ ഒടുവിൽ
അത് കുഷ്ഠരോഗമാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യണം? പാളയത്തിന് പുറത്ത് ആരുമായും സമ്പർക്കമില്ലാതെ പാളയത്തിലുള്ളതായ ആരുമായും ബന്ധപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ അവനെ പാളയത്തിന് പുറത്തേക്ക് തള്ളിക്കളയും. അവന് പിന്നെ പട്ടണത്തിലേക്കോ ജനം പാർക്കുന്നതായ ഇടത്തേക്കോ കടന്നു വരുവാൻ പ്രമാണമില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വിശുദ്ധ ജനമായിട്ട് ദൈവം അവരെ വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ദൈവം അവരെ കരുതിയിരിക്കുന്നത്. അപ്പോ അത് സൂക്ഷിക്കേണ്ടത് പാളയത്തിലുള്ളതായ ജനത്തിന്റെ കർത്തവ്യമായതുകൊണ്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പാളയത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് പാളയത്തിൽ നിന്ന് ആ വിഷയങ്ങളെ അകറ്റിക്കളയണമെന്നാണ് കൊടുത്തിരിക്കുന്നതായ പ്രമാണം. പുതിയ നിയമത്തിൽ ആത്മീയമായി അതുതന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കുഷ്ഠരോഗത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് അത് വേഗത്തിൽ പടരുന്നതാണ്, പകർന്നു പിടിക്കുന്നതാണ്. അത് പകർച്ചവ്യാധിയാണെന്ന് നമുക്കറിയാം, എപ്പിഡമിക് ഡിസീസാണ്. രണ്ട്, അതിനെ സംബന്ധിച്ച് കുഷ്ഠരോഗം വന്നതായ ഒരു ആളിനെ സംബന്ധിച്ച് കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ സ്പർശന ശക്തി നഷ്ടപ്പെടും. അവിടെ എന്തില്ല? സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ സ്പർശന ശക്തി ഇല്ല, ഒരു ഫീലിങ്ങും വരികയില്ല. അതാണ് കുഷ്ഠരോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ടതായ വിഷയം. മൂന്ന്, കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ അവയവങ്ങളെ നിർജീവമാക്കിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഈ ലെപ്രസി വന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൈയുടെയും കാലിന്റെയും ഒക്കെ വിരലുകൾ എങ്ങനെ ഇരിക്കും നമുക്ക് പലപ്പോഴായിരുന്നു ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും. അപ്പോ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വരുന്നതായ ആ ബലഹീനതയും ആകൃതി നഷ്ടവും അതിന്റെ സ്പർശന ശേഷിയില്ലായ്മയും ഒക്കെ കുഷ്ഠരോഗത്തിന്റെ ലക്ഷണമാണ്. അത് പ്രായോഗികമായി ഫിസിക്കലി അതാണ് അതിന്റെ ലക്ഷണമെങ്കിൽ അത് തന്നെയാണ് പാപത്തിന്റെ ഫലം അല്ലെങ്കിൽ പാപത്തിന്റെ എഫക്റ്റ് ഒരു മനുഷ്യനിൽ വരുത്തുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു വ്യക്തിയിൽ പാപത്തിന്റെ ചിന്ത കടന്നു വന്നാൽ, പാപത്തിന്റെ പ്രവൃത്തി കടന്നു വന്നാൽ അത് വേഗത്തിൽ പാപം വ്യാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ നിന്ന് മാറിയില്ല എങ്കിൽ, ആ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് വേർതിരിഞ്ഞില്ല എങ്കിൽ, ആ പാപത്തിന്റെ സ്വഭാവത്തിൽ തുടർന്നു പോകുന്നത് അത് നിർത്തിയില്ല എങ്കിൽ ആ പാപം അവനെ കാർന്നു തിന്നുവാനായിട്ടിടയാകും. പാപം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപബോധം നഷ്ടപ്പെടുവാനിടയാകും. സ്പർശന ശക്തി അല്ലെങ്കിൽ പാപബോധം അവനിൽ വരുത്തുവാനായിട്ട് പ്രയാസമേറിയതായ ഹൃദയ കാഠിന്യം വരുവാനായിട്ടിടയായിട്ട് തീരും. അങ്ങനെ ഹൃദയകാഠിന്യം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രൈസ് ദി ലോർഡ്. ആത്മീകമായ ആ രോഗം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. അത് ഫിസിക്കലി അല്ല, സ്പിരിച്വലി അത് ബാധിക്കുവാനായിട്ടിടയായിട്ട് തീരും. ഓരോ അവയവങ്ങളെയും ഈ സ്പിരിച്വൽ ഡിസീസ് ബാധിക്കുവാനിടയാകും. ഞാൻ അനേക തരത്തിലുള്ളതായ ആത്മീയ രോഗങ്ങളെ കുറിച്ച് വളരെ മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ളതായ പ്രിയപ്പെട്ടവർക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മീയ രോഗങ്ങളെന്ന് പറഞ്ഞ് രോഗങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് പുതിയ നിയമത്തിലേക്ക് അതിനെ ആത്മീകമായി ചിന്തിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ അകത്തെ മനുഷ്യനെ ബാധിക്കുന്നതായ രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾക്കെല്ലാം കാരണം പാപമാകുന്നതായ കുഷ്ഠം നമ്മെ മനുഷ്യനെ ബാധിക്കുന്നത് കൊണ്ടാണ്. പഴയ നിയമത്തിൽ കുഷ്ഠരോഗം മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് മിശിഹ വെളിപ്പെടുമ്പോ മിശിഹയാണെന്ന് തിരിച്ചറിയേണ്ടതിന് അവർ വെച്ചിരുന്നതായ അടയാളങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് മിശിഹ വരുമ്പോൾ കുഷ്ഠരോഗം സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായിരിക്കും എന്ന് അവർ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കർത്താവ് അത് ചെയ്തിട്ടും കർത്താവിനെ അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു വശം.
പ്രൈസ് ദി ലോർഡ്. അപ്പോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പാപത്തിൽ നിന്നുള്ളതായ ശുദ്ധീകരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും മാത്രമേ തരുവാൻ കഴിയുകയുള്ളൂ. മറ്റാർക്കും അത് തരുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അപ്പൊ 13-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കുഷ്ഠരോഗത്തെ തിരിച്ചറിയുവാനുള്ളതായ കുഷ്ഠരോഗമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതായ പ്രമാണമാണ്. നമ്മിലുള്ളതായ പാപത്തെ തിരിച്ചറിയുവാൻ നമുക്ക് തന്നിരിക്കുന്നത് ദൈവവചനവും പരിശുദ്ധാത്മാവിന്റെ ആലോചനകളുമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പാപത്തെ കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു. അത് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിലുള്ളതായ പാപത്തിന്റെ ചെറിയ അംശം പോലും മനസ്സിലാക്കുവാനും ആ പാപ രോഗത്തിൽ നിന്ന് നമ്മെ തന്നെ സൂക്ഷിക്കുവാനും ഇടയായിട്ട് തീരും. അതിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് ഏക മരുന്നൊന്നേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ തന്റെ വിലയേറിയ രക്തം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മള് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 14-ാം അധ്യായത്തിൽ ഈ സ്കിൻ ഡിസീസ് എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരണത്തിലേക്ക് നയിക്കേണ്ടതിനുള്ളതായ പ്രമാണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണങ്ങൾ അനുസരിക്കണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഫിസിക്കലി സൗഖ്യമാക്കിയതായ കുഷ്ഠരോഗികളോട് പറഞ്ഞത്. കുഷ്ഠരോഗി സൗഖ്യമാക്കിയതിനു ശേഷം കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കാം. പുരോഹിതനാണ് കുഷ്ഠരോഗം സൗഖ്യം വന്നു എന്ന് വിധി കൽപ്പിക്കേണ്ടത്. കർത്താവ് പുരോഹിതനേക്കാൾ, ഇസ്രായേലിന്റെ പുരോഹിതനേക്കാൾ ഒക്കെ ഉയർന്ന നിലയിലാണ്, ശ്രേഷ്ഠനാണ്, ദൈവപുത്രനാണ്. പക്ഷേ കർത്താവ് പറഞ്ഞില്ല, നീ കുഷ്ഠരോഗം സൗഖ്യമാക്കി, അതുകൊണ്ട് നീ സാധാരണ പൗരനെ പോലെ നിനക്ക് പോകാമെന്ന് പറഞ്ഞ് കൽപ്പിച്ചയക്കുകയല്ല. പിന്നെയോ അത് ന്യായപ്രമാണ കാലമായതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കർത്താവ് തന്റെ പ്രവൃത്തികൾ ചെയ്തത്. കുഷ്ഠരോഗികൾ കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോ അവര് സൗഖ്യം പ്രാപിച്ചത് കണ്ട് കർത്താവിനെ നമസ്കരിച്ചു. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ചെന്ന് പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിക്കുക, എന്നിട്ട് പുരോഹിതൻ പറയുന്നതായ വഴിപാട് കഴിക്കുക, എന്നാലേ നിങ്ങൾ ശുദ്ധരാണെന്നുള്ളതായ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ അതാണ് പ്രമാണമെങ്കിൽ പുതിയ നിയമത്തിൽ പാപത്തിന്റെ രക്ഷയ്ക്ക് അറുക്കപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനം വിശുദ്ധരായി വചനത്തിന്റെ വെളിച്ചത്തിൽ അവരെന്ത് ചെയ്യണം? തങ്ങളെ തന്നെ വിധി കൽപ്പിക്കേണ്ടതാണ്. ഞാൻ വിശുദ്ധനാണോ അല്ലയോ എന്നുള്ള കാര്യം. ഇതിനാണ് നാം പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ദൈവവചന കേൾവിയും പരിശുദ്ധാത്മാവിൽ ആയിരിക്കണമെന്ന് നമുക്ക് പറയുവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നതായ ആ വചനത്തിന്റെ ഉപദേശം അങ്ങനെയാ. ആത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ആ പാപം നമ്മിലുണ്ടോ എന്ന് വചനം നമ്മെ വിധിക്കും. ആ വചനത്തിന്റെ വിധി നമ്മൾ വരുമ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലും. കർത്താവ് തന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ നാം ശുദ്ധിയുള്ളവരെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തോട് സാക്ഷ്യം പറയുമ്പോൾ നാം ദൈവസന്നിധാനത്തിൽ പ്രാഗൽഭ്യമുള്ളവരായി തീരുകയാണ്. ഇതാണ് ശുദ്ധീകരണ നിയമത്തെ കുറിച്ചുള്ളതായ ന്യായപ്രമാണ ചട്ടങ്ങൾ. അത് ഒരു അറിവിലേക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ലേവ്യ പുസ്തകത്തിൽ ശുദ്ധീകരണ നിയമമായതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായി ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അത് ഗ്രേറ്റ് അറ്റോൺമെന്റ് ആണ്. മഹാപാപ പരിഹാര ദിവസം. അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായ 7 ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഒരു ഉത്സവമാണ്. ആ മഹാപാപ പരിഹാരത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും മനസ്സിലാക്കാതെ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് കാൽവറിയിൽ വീണ്ടെടുപ്പിന്റെ
ആ ദൈവിക പ്രമാണം പൂർത്തീകരിച്ചതെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അത് വളരെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ആ ഒരൊറ്റ വിഷയത്തിന്റെ പഠനം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായമാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ലേവ്യ പുസ്തകം 16-ാം അധ്യായം ആഴത്തിൽ പഠിക്കാം. അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ദൈവമായ കർത്താവ് അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ദിവസം, അടുത്ത ചൊവ്വാഴ്ച ഇതേ സമയത്ത് കൂടി വരാം.